ദുബായ് ടു കേരള യാത്രയുടെ 5ാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ പോകുന്നത് ഞങ്ങളുടെ 3ാമത്തെ രാജ്യമായ തുർക്ക്മെനിസ്ഥാനിലേക്കാണ്. അങ്ങനെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ മഷാദിൽ നമ്മുടെ തുർക്ക്മെനിസ്ഥാൻ ബോർഡറായ ബാജ്ഗിറിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഒരു പയ്യൻ ബൈക്ക് കൊണ്ട് ചണ്ടിങ് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയപ്പോൾ ഒരു പിന്നെ ഞങ്ങൾക്ക് വേണ്ടി 1-2 വട്ടം അങ്ങോട്ട് ഇങ്ങോട്ട് പോയി കാണിച്ചു തന്നു. ഈ പോകുന്ന വഴിക്കൊക്കെ കുറേ പേര് കൊടിയും പിടിച്ച് നടക്കുന്നുണ്ട്. പിന്നീട് മനസ്സിലായ മറ്റേ ഇസ്രായേൽ ഇറാൻ്റെ ഇഷ്യൂ കാരണം ആളുകൾ അതിനെതിരെ എന്തോ സമരം ചെയ്യുന്നതാണെന്ന്. അങ്ങനെ ഞങ്ങൾ ഫ്യൂലെല്ലാം അടിച്ച് നേരെ ബോർഡറിലേക്ക് ചെന്നു. അവിടെ നിന്നാണ് നമുക്ക് വിസ ഇഷ്യൂ ചെയ്യുന്നത്. നമ്മുടെ ഗൈഡ് അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഗൈഡിൻ്റെ കൂടെ പിന്നെ ഞങ്ങൾ പോകുന്നത് തുർക്ക്മെനിസ്ഥാനിലെ വൺ ഓഫ് ദ അട്രാക്ഷനായ ദർവാസ ഗ്യാസ് ക്രേറ്ററിലേക്കാണ്. 1971 മുതൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രേറ്ററാണ് ദർവാസ. തുർക്ക്മെനിസ്ഥാൻ്റെ ക്യാപിറ്റലായ അഷ്ഗബാദ് സിറ്റി കാണാൻ അടിപൊളിയാണ്. റോഡും അവിടുത്തെ ബിൽഡിങ്സ് എല്ലാം ടോപ്പ് ക്ലാസ് ആണ്. പക്ഷെ അവിടെ നിന്ന് നമ്മൾ ദർവാസയിലേക്ക് പോകുന്നവരും റോഡിൻ്റെ അവസ്ഥ പറ്റ പരാജയമാണ്. നമ്മുടെ നാട്ടിലെ റോഡ് എത്രയോ ബെറ്റർ ആണ് അതിനേക്കാളൊക്കെ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അവിടെ പിന്നെ നമ്മൾ രാത്രി ഈ ക്രേറ്ററിലേക്ക് പോകാൻ ഒരു ഡെസേർട്ട് കൂടി വേണം പോകാൻ. അങ്ങനെ ഒരു ഡെസേർട്ട് ഡ്രൈവ് ഒക്കെ അതിൽ നടത്തി രാത്രി അവിടെ എത്തി. ഞങ്ങൾ പോയി ഭക്ഷണം എല്ലാം കഴിച്ചു. നേരെ പോയി ക്രേറ്റർ കണ്ടു. അത് വല്ലാത്തൊരു കാഴ്ച തന്നെയായിരുന്നു അവിടെ. തുർക്ക്മെനിസ്ഥാനിലെ ടൂറ് വളരെ എക്സ്പെൻസീവ് ആണ്. നാളെ നമ്മൾ ഇനി ഇവിടുന്ന് പോകുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ ബുക്കാറയിലേക്കാണ്. ഒരു 10-12 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഈ ഫുൾ ടൂറ് നമ്മളെപ്പോഴും ഒരു ഗൈഡ് നമ്മൾ എസ്കോർട്ട് ചെയ്യും. അതാണ് ഈ കോസ്റ്റൊക്കെ കയറാനുള്ള കാരണം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിന് ഫോളോ ചെയ്യാൻ മറക്കണ്ട.